LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 10ാം ദിവസത്തിലേക്കാണ്. സർക്കാർ ഇനിയെങ്കിലും കണ്ണ് തുറക്കണമെന്നുള്ളതാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുകയും ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു റാങ്ക് ഹോൾഡർ ചേരുകയാണ്. സർക്കാരിന് സമയം വേണം, പഠിക്കാൻ 2 മാസമെങ്കിലും കാലാവധി വേണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അനുകൂല സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ സമരം ചെയ്യുന്നവർ. പലരും ഈ മഴയും വെയിലത്തുമൊക്കെ തന്നെയും കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെയാണ് നിങ്ങൾ സമരം തുടരുകയും ചെയ്യുന്നത്. അതെ, ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 34ാമത്തെ ദിവസമായി. ഞങ്ങളുടെ ടീച്ചർ ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങി 10 ദിവസമായി. അപ്പോൾ ഞങ്ങൾ സർക്കാരിനെ ഈ സമരം നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തലേ ദിവസം ഞങ്ങൾ ഷംസുദ്ദീൻ സാറിനെയും അതേപോലെ CM-നെയും കണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് അവിടെ നിന്ന് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് പറയുന്നത് 2 മാസത്തെ സമയം ആവശ്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എന്തിനാണ് 2 മാസം സമയം ഇപ്പോഴും സർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട ന്യായമായ ഒരു കാര്യം എന്ന് പറയുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കുക എന്നുള്ളതാണ്. അത് അവർ പറയുന്നത് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നുള്ളതും കൂടുതലായി കാര്യങ്ങൾ പഠിക്കണമെന്നുമാണ് അവകാശപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി വളർമതിയെ പരിശോധിക്കാനായി ഡോക്ടർമാർ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നും ഈ ഡോക്ടർമാർ ഇങ്ങനെ എത്തി പരിശോധിക്കുന്നുണ്ടല്ലേ? അതെ, അവർ രാവിലെയും ഇതേപോലെ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ടീച്ചറെ പരിശോധിക്കാറുണ്ട്. ഇന്നിപ്പോൾ വ്യത്യസ്ത തരം സമരമുറയാണ് നിങ്ങൾ അവലംബിച്ചിട്ടുള്ളത്. പുല്ല് തിന്ന് സമരം ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുഭവപൂർണ്ണമായിട്ടുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണോ? അതെ, ഞങ്ങൾ ഓരോ സമരമുറയും ഇവിടെ പയറ്റുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഞങ്ങൾ സമാധാനപരമായ രീതിയിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. എന്നിട്ടും സർക്കാരിൻ്റെ കണ്ണുകൾ തുറക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. മുഖ്യമന്ത്രിയെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും ഒക്കെ കാണാൻ പോയ സമയത്ത് അവരെന്താണ് പറയുന്നത്? അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 2 മാസത്തെ സമയം, അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മാസത്തെ സമയം അത് വാക്കാലാണ് പറഞ്ഞത്. അതിനുശേഷം ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഇവിടെ എത്തിയിട്ട് നമുക്കത് രേഖാമൂലം എഴുതി 2 മാസത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സമരം ഇവിടെ നിന്ന് നിർത്തി പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എയ്ഡഡ് നിയമനം PSCക്ക് വിടുക എന്നുള്ളതാണല്ലോ അല്ലേ പ്രധാനപ്പെട്ട ആവശ്യം? അതായത് എയ്ഡഡ് നിയമം വിടാൻ ഉദ്ദേശിക്കുന്നത് 1:1, അതായത് എയ്ഡഡ് സ്കൂളിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് PSC എഴുതി വന്ന അധ്യാപകർക്ക് കൊടുക്കുക എന്ന രീതിയിൽ 1:1 എന്നൊരിത് കൊണ്ടുവരിക എന്നുള്ളതും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി, നിയമനം ഇത്രയും ഇഴഞ്ഞു നീങ്ങുന്ന ഈ അവസ്ഥയിൽ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ മരണം വരെയും നിരാഹാര സത്യാഗ്രഹം തുടരും എന്നുള്ളത് തന്നെയാണോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അതെ, നിലവിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അത്രയും ദയനീയമാണ്. കാരണം ടീച്ചറെ അങ്ങനെ കിടത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും തന്നെ ഇവിടെ ഈ തെരുവിൽ വന്ന് ഇങ്ങനെ സമരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വന്നവരല്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഈ സമരം തുടർന്നു കൊണ്ടുപോകുന്നത്. 2027 ജൂൺ ആ ഒരു അധ്യയന വർഷം കൂടിയാണ് ഞങ്ങൾക്കുള്ളത്. നിലവിൽ ലിസ്റ്റ് വളരെ ഇഴഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നിയമനമൊന്നും ആകാത്ത സ്ഥിതിക്ക് ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഈ സമരം ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത്. തീർച്ചയായും സമരം തുടർന്ന് കൊണ്ടുപോകുന്നതിൽ ഇവർക്ക് ആശങ്കയുണ്ട്. മാത്രമല്ല, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി വളർമതി ടീച്ചർ അവർ 10 ദിവസത്തോളമായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. അവരുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ മരണം വരെയും നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇവർക്ക് കൃത്യസമയത്ത് നിയമനം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് സർക്കാർ നിറവേറ്റുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അവരുടെ മനസ്സുകളിലുണ്ട്. PV രഞ്ജിത്തിനൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.